ദൈവന്റെ പ്രാർത്ഥന കേട്ടു. ഇവരൊക്കെ പറഞ്ഞത് സാറ് വരില്ല എന്നാ, പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ശരി സർ. ഈ ലോകം വിട്ടുപോകാൻ ഇനി ഏതാനും ദിവസങ്ങൾ എനിക്കുള്ളൂ. ഞാൻ സത്യമേ പറയൂ, സാറ് വിശ്വസിക്കണം. കഴിഞ്ഞ ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോ എനിക്കൊരു ഉൾവിളി ഉണ്ടായി. ദൈവം എന്നോട് പറഞ്ഞ പോലെ എനിക്ക് തോന്നി, ഞാൻ ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുൻപ് ആ സത്യം ആരോടെങ്കിലും പറയണമെന്ന്. വളരെ യാദൃശികമായിട്ടാണ് സാറ് ഇവിടെ ഉണ്ടെന്ന് പേപ്പറിൽ കണ്ടത്. എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഏറ്റവും യോഗ്യം സാറാണെന്ന് എനിക്ക് മനസ്സിലായി. ഇരണിയിലെയും നാദാമംഗലത്തെയും കൂട്ടക്കൊല കൂടാതെ തെളിയിക്കപ്പെടാത്ത 3 കൊലകൾ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ആദ്യത്തെ കൊല നടത്തിയത് കൊള്ള നടത്തിയ ശേഷം ആത്മരക്ഷാർത്ഥമാണെങ്കിൽ കർണാടകത്തിൽ 2 പേരെ കൊന്നത് ദൃക്സാക്ഷികൾ ഇല്ലാതാക്കാനായിരുന്നു. തുടർന്ന് എനിക്ക് മനസ്സിലായി, ആ കൊലകളിൽ കാരണമില്ലാത്ത ഏതോ രസം എനിക്കുണ്ടായിരുന്നുവെന്ന്. നാദാമംഗലത്തെയും ഇരണിയിലെയും കൂട്ടക്കൊലയ്ക്ക് മുൻപ് ഞാൻ പൂർണ്ണ മൃഗമായി തീർന്നിരുന്നു. ഇതൊരു കൺഫെഷനാണ്. ആണെങ്കിൽ ഫാദർ ഗോമസിനോട് മതിയായിരുന്നു എന്നെ മൃഗത്തിൽ നിന്നും മനുഷ്യനാക്കി മാറ്റിയ മനുഷ്യസ്നേഹി. ഇല്ലെന്ന് വിശ്വസിച്ച ദൈവം ഉണ്ടെന്ന് തെളിയിച്ചു തന്ന മഹാൻ. പക്ഷേ അദ്ദേഹത്തിന് പോലീസിന്റെ ജോലി ഇല്ലല്ലോ സാർ. മനസ്സിലായില്ല. ആ 7 കൊലകളിൽ ഒരെണ്ണം ഞാൻ ചെയ്തതല്ല സാർ, മറിച്ച് 6 എണ്ണം ഞാൻ ബോധപൂർവം തന്നെ ചെയ്തതാ. ആ വീടുകളിൽ കൊള്ള നടത്തിയത് ഞാൻ തന്നെയാ. കള്ളം, പച്ചക്കള്ളം. 6 അല്ല 7 ഇവൻ തന്നെയാ ചെയ്തത്. എന്നിട്ട് ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. പ്ലീസ് ലെറ്റ് ഹിം കംപ്ലീറ്റ് ഇറ്റ്. പറയൂ. ഇങ്ങനൊരു രഹസ്യമല്ല, സത്യം ഇപ്പോൾ പറയുന്നുകൊണ്ട് യാതൊരു ദൈവോദാക്ഷിണ്യമോ ആരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ചെയ്ത കൊലകളിൽ ഒന്ന് കൂടിയാലും കുറഞ്ഞാലും ഈ ശിക്ഷയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച ശിക്ഷയാണിത്. എൻ്റെ ഈ മോഹം കണ്ടാലറിയില്ലേ, എനിക്കൊട്ടും പരിഭ്രമവുമില്ല, ഭയവുമില്ല. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു മനമാറ്റത്തിന് എന്താ കാരണം? ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവം എന്നെ പ്രേരിപ്പിച്ചു വന്നത്. മറ്റൊന്ന്, 7ാമത്തെ കൊല ആര് ചെയ്തു അവർ ഇന്ന് സമൂഹത്തിൽ മാന്യരായി കഴിയുന്നുണ്ടാവണം. തങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ലെന്ന അഹങ്കാരത്തിൽ. അസത്യം പറയുന്നതിനേക്കാൾ പാപമാണ് സത്യം പറയാതിരിക്കുന്നത്. അതുകൊണ്ടാവണം ദൈവം ഈ അവസാന നേരത്ത് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആരാണ് ഇതിൽ 7ാമത്തെ ആൾ? മാണിക്കുഞ്ഞ്, നാദാമംഗലത്തെ 2 പേരിൽ ഒരാൾ. എന്നാ വിധി നടപ്പാക്കേണ്ട ദിവസം? തീയതി തീരുമാനിച്ചു? എന്ന് വേണമെങ്കിലും സംഭവിക്കാം സാർ. എക്സിക്യൂഷൻ ഓർഡർ വരേണ്ട താമസമേ ഉള്ളൂ. എന്താ സാർ? നത്തിങ്. സിഐഡികൾ രണ്ടുപേരും കുറെ നേരമായി നിന്ന് തല പോയിക്കുന്നു. വല്ലതും പറയാറായോ? പറയട്ടെ. അലക്സ് പറഞ്ഞത് വിശ്വസിക്കാം. കാരണം ഈ മാണിക്കുഞ്ഞിനെ കൊന്നത് അലക്സ് അല്ലെന്ന് വന്നാൽ അയാള് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവോ? ഇല്ല, ഒരു സാധ്യതയുമില്ല. അപ്പോ തീർച്ചയായിട്ടും അയാള് പറഞ്ഞത് വിശ്വസിക്കാം. കാരണം എന്തെങ്കിലും ദൈവോദാക്ഷിണ്യോ പ്രതീക്ഷിച്ച് പറഞ്ഞതല്ലോ പാവം. CBI അന്വേഷിച്ച കൂട്ടക്കൊല കൂടാതെ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത 3 മർഡർ കൂടി അയാൾ സമ്മതിച്ചില്ലേ? അതുവരും ചോദിച്ചിട്ടില്ലല്ലോ. അത്രയൊക്കെ സത്യം അയാൾ പറഞ്ഞെങ്കിൽ അയാളെ വിശ്വസിക്കാം. കുട്ടിത്തറയിൽ ആൾതാമസമുണ്ട്. അപ്പോ ഇക്കാര്യത്തിൽ CBIയുടെ അഭിപ്രായം? വിശ്വാസം മാത്രം പോരല്ലോ. സാധാരണ മനുഷ്യരെക്കാൾ റാഷണലാണ് പോലീസുകാരന്റെ മനസ്സ്. അതിനെ കൂടെ കൺവിൻസ് ചെയ്യണം. എനിവേ, അവനെ പ്രേരിപ്പിച്ച ദൈവം തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരട്ടെ. തീർച്ചയായിട്ടും കാണിച്ചു തരും. കണ്ടോ? ലെറ്റ് us hope. രാജു എത്ര ദിവസം വേണ്ടത്? നാളത്തെ കണ്ണൂർ എക്സ്പ്രസിന് മടങ്ങണം. പിന്നെ എങ്ങനെയുണ്ട് ഡോഗ് സ്ക്വാഡിലെ ജോലിയൊക്കെ? ഞാനും കുറെ പട്ടികളും. സുഖം, ഔദ്യോഗിക ടെൻഷൻ ഒന്നുമില്ല. അത് ശരി. അല്ല, ഒരു കണക്കിന് ഈ പട്ടികളുടെ കമ്പനിയാ പലതുകൊണ്ടും നല്ലത്. കഴിഞ്ഞ ദിവസം അലക്സിന്റെ കത്ത് വന്നിരുന്നു. ഇരണിയിൽ നാദാമംഗല ഫെയിം. ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിച്ച കാലത്ത് അവനെന്തോ റഫായി പെരുമാറിയെന്നും പറഞ്ഞു. അതിന് മാപ്പി വെച്ചുകൊണ്ട്. എനിക്കറിയാം, ഞാൻ അഡ്രസ് കൊടുത്തത്. അലക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. കഴിഞ്ഞ ദിവസം ജയിലിൽ ഒരു അത്ഭുതം നടന്നു. CBIയിലെ സേതുരാം അയ്യർ അലക്സിനെ കാണാൻ വന്നു. അയാളിപ്പോ ഡൽഹിയിലല്ലേ? അതെ, പക്ഷെ ഇപ്പൊ ലീവിന് നാട്ടിലുണ്ട്. സ്വാമി എന്തിനാ വന്നത്? അവരെന്താ സംസാരിച്ചേ? നോ ഐഡിയ. അവരുടെ സംസാരങ്ങളൊക്കെ രഹസ്യമായിരുന്നു. അത് കൊള്ളാലോ. സ്വാമി ജയിലിൽ വന്ന് രഹസ്യമായിട്ട് സംസാരിച്ചു.
കോളാടി വർക്ക് ചെയ്യല്ലേ? എവിടെയാണല്ലോ താൻ? തലസ്ഥാനത്ത് തന്നെ ഉണ്ടോ? നന്നായി. തന്നെ എനിക്കൊന്ന് നേരിട്ട് കാണണം. ഞാൻ പിന്നീട് ഈ ജയിലർ രാജുവിനെ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പോയി കണ്ടു, സംസാരിച്ചു. പക്ഷെ അയാൾ ആണയിട്ട് പറയുന്നു സ്വാമിയും അലക്സും സംസാരിച്ചത് അയാൾ കേട്ടില്ലെന്ന്. എന്നാലും സ്വാമിയോട് അവൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? പറയാൻ അലക്സിന് എന്തറിയാം? എന്തിന് കണ്ടു, എന്ത് സംസാരിച്ചു, ഇപ്പൊ അതല്ല വിഷയം. അവൻ സംസാരിച്ചു. കേട്ടത് സേതുരാമയ്യ. 6ാം ഇന്ദ്രിയമുള്ളവനാണ് അയാൾ. എന്റെ അച്ഛൻ ദേവദാസ് കുറെ മുട്ടുമടക്കിയിട്ടുള്ളതാണ് അയാളുടെ മുന്നിൽ. ഈ CBI എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലീസുകാർക്ക് പുല്ലുവിലയാ. പക്ഷേ സേതുരാമയ്യർ CBI എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ ബഹുമാനം കൊണ്ട് പറയല്ല, ആടിമൂടി അറിയാതെ ഒന്ന് പറയ്ക്കും. ഇറ്റ്സ് എ ഫാക്ട്. ആ 750 രൂപയായി. അവിടെ തരും. ചോദിച്ചു, പേഴ്സ് എടുക്കാൻ മറന്നു. ഇപ്രാവശ്യം സാറിനോട് വാങ്ങിച്ചോളാൻ പറഞ്ഞു. പേഴ്സ് എടുക്കാൻ മറന്നെങ്കിൽ വല്ല വാച്ചോ മുതൽ ഊരിത്തരം പറ പണയത്തിന്. നാറി. ഇങ്ങനെ ഒരു ജന്മം, കഷ്ടം. എനിക്ക് തന്നെയല്ല പേടി, ആ ഔസേപ്പച്ചനെ. പട്ടരുടെ പേര് കേട്ടാലേ 10 ദിവസത്തെ പനിയായാൽ. പണ്ട് കുമാരപുരത്ത് വെച്ച് സ്വാമിയെ കണ്ടപ്പോൾ തുടങ്ങിയ വിറയൽ ഇപ്പോഴും നിന്നിട്ടില്ല. എന്തുണ്ടായാലും അയാൾ വാ തുറക്കരുത്. അണ്ണാക്കി വിരൽ വിട്ട് മിണ്ടായിരുന്നോളാം പറ. ഈ അലക്സ് എന്ത് പറഞ്ഞിട്ടുണ്ടാവും ആ അയ്യരോട്? സാറിന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അത് ഇപ്പൊ വരാം. ഹലോ, അതെ, ഉണ്ടല്ലോ. ആ, കൊടുക്കാം. ഏതോ ഒരു ജേർണലിസ്റ്റാ. ഹലോ, യെസ് സ്പീക്കിംഗ്. ഹലോ, ഞാനൊരു ജേർണലിസ്റ്റാണ്. ഒരു അത്യാവശ്യ കാര്യം സാറിനോട് ചോദിക്കാനുണ്ടായിരുന്നു. യെസ്, ചോദിച്ചോളൂ. താങ്കൾ ഈ അടുത്ത് കണ്ണൂർ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അലക്സിനെ കണ്ടിരുന്നു. എന്തായിരുന്നു സാർ കാര്യം? ആ കേസിൽ CBIക്ക് എന്തോ തെറ്റുപറ്റി, അത് തിരുത്താനാ താങ്കൾ ചെന്നതെന്നൊക്കെ ചില അഭിയോഗങ്ങളുണ്ട്. എനി ഫാക്ട് ഇൻ ദാറ്റ്? എന്നോടിപ്പോൾ സംസാരിക്കുന്നത് ഒരു ജേർണലിസ്റ്റ് അല്ലല്ലോ. അതെന്താ സാർ അങ്ങനെ തോന്നാൻ കാരണം? കാരണം സാധാരണ ജേർണലിസ്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ട്. പരിചയമില്ലാത്ത ഒരാളോട് അതും ഒഫീഷ്യലായിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം തൻ്റെ പേര്, പിന്നെ താൻ റെപ്രസെന്റ് ചെയ്യുന്ന പേപ്പർ അല്ലെങ്കിൽ മീഡിയയുടെ പേര് പറയും, അല്ലേ? സോറി, എൻ്റെ പേര് അനിലെന്ന, ഫ്രീലാൻസറാണ്. മിസ്റ്റർ അനിലിന് ഏത് പ്രസ് ക്ലബിലാണ് മെമ്പർഷിപ്പ്? പെട്ടെന്ന് കിട്ടുന്നില്ലല്ലേ? സാരമില്ല, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, ഞാൻ ഹോൾഡ് ചെയ്യാം. നാശം. ആ ഏകദേശം സാറിനുണ്ടായ പോലെ ഒരു അനുഭവം എനിക്കും ഉണ്ടായി. പക്ഷേ വിളിച്ചത് പരിചയമുള്ള ആള് തന്നെ. ആരാ അത്? കണ്ണൂർ ജയിലിലെ ജയിലർ രാജു. ഒരുപക്ഷെ സാറ് മറന്നു കാണില്ല, നമ്മുടെ പഴയ DYSP ദേവദാസ്, കുമാരപുരം ഫെയിം. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ മകൻ സത്യദാസ് DYSPയാ. ഈ സത്യദാസ് രാജുവിനെ കണ്ട് ഇതേ കാര്യം ചോദിച്ചെന്ന്. അലക്സും സാറും തമ്മിൽ സംസാരിച്ച കാര്യം നിർബന്ധിച്ച് ചോദിച്ചെന്ന്. അയാൾ അങ്ങനെ ചോദിച്ചതിന് എന്റെ ഉള്ളിൽ തോന്നുന്ന ഒരു കാരണമുണ്ട് സാർ. എന്താ? അന്ന് ഞങ്ങൾ ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് സത്യദാസ് അവിടെ ലോക്കൽ DYSP ആയിരുന്നു. ചെറിയ മണം തോന്നുന്നുണ്ടല്ലേ സാർ? ആ, പിന്നെ തൻ്റെ ബോസ് മിസ്റ്റർ നായർ സ്ഥലത്തുണ്ടോ? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഫിക്സ് അപ്പ് ആൻ അപ്പോയിന്റ്മെന്റ് ആൻഡ് കോൾ മീ.